സോ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഡിഗ്രി, ഓൺലൈൻ ഡിഗ്രി, എങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് 6 month ഡിഗ്രി, ഇങ്ങനെ ഒരുപാട് ഡിഗ്രി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത RPL മോഡ് എങ്ങനെയാണ് ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് RPL കുറച്ചുകൂടി പ്രയോറിറ്റി വരുന്നത്? നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, RPLന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് തന്നെ അറിയാം 700 സ്റ്റുഡൻസാണ് ചതിക്കപ്പെട്ടത് കേരളത്തിൽ. ലൈക്ക് അവർക്ക് കിട്ടിയത് ഫേക്ക് BTech ആൻഡ് MBA ഡിഗ്രീസാണ്. എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ സിറ്റുവേഷനിലേക്ക് വരുന്നത്? മേ ബി ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഒരു 5 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊമോഷൻ വരുന്ന സമയത്തേക്ക് ഇവരെന്ത് തിങ്ക് ചെയ്യും? എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരു ഡിഗ്രി കാണിക്കാം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാം, പ്രൊമോഷൻ എടുക്കാന്നുള്ള രീതിയിൽ. പക്ഷെ അത് അത്രയും പെട്ടെന്ന് കിട്ടുന്ന സാധനം എന്തായാലും ഫേക്ക് ഡിഗ്രി ആയിരിക്കും. അങ്ങനെ പ്രൊസീജിയർ യൂസിലില്ല. ഇവിടെയാണ് RPLന്റെ ഇമ്പോർട്ടൻസ്. 2015 തൊട്ട് തന്നെ ഇവിടെ ഓൾറെഡി RPL മോഡ് ഉണ്ട്. ഓക്കെ, ആദ്യം അത് ഡിപ്ലോമ സ്കിൽ ബേസ്ഡ് മാത്രമായിരുന്നു. അപ്പം പുതിയ NEP പ്രകാരം നമുക്കത് ഡിഗ്രിയിൽ ആപ്ലിക്കബിൾ ആണ്. മൈഗ്രേഷൻ നോക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ പ്രമോഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് എത്രയും പെട്ടെന്ന് ചുരുങ്ങിയൊരു സമയം കൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസിനെ കൺവേർട്ട് ചെയ്ത് എഡ്യൂക്കേഷണൽ ക്രെഡിറ്റ്സ് ആക്കാം. ബാലൻസ് വരുന്ന എത്രയാണോ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇയർ ആണ് പിന്നെ അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ അതൊരു ലീഗലൈസ്ഡ് UGC അപ്രൂവ്ഡ് പ്രോസസ്സാണ് റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ് എന്നാണ് അത് പറയുന്നത്.